365 ദിവസവും റേഷൻ കിട്ടുന്നുണ്ട് അല്ലേ? നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, തുറന്നു പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ അതിന്റെ ക്രെഡിറ്റ് വെറുതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് അല്ലേ? നമ്മൾ ഈ റോഡുകളിൽ മൊത്തം സത്യം പറഞ്ഞാലല്ലോ ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ വന്ന് ചിലച്ചോണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞ സംഖ്യക്ക് 0 ആണ്. കാരണം രാഷ്ട്രീയം പറയാനില്ല, അതിട്ട് അറിയില്ല. ഈ സാമാന്യ ബോധം അത് തൊട്ട് തേണ്ടിയിട്ട് പോലും ഇല്ലാത്തൊരു കാര്യം. ഇനി അതൊക്കെ പോട്ടെ, കുറച്ച് ബോധവും വിവരവും ഉണ്ടോ? അതൊട്ടുമേ ഇല്ല. ഇതുപോലെ വന്നിട്ട് വിവരക്കേടുകൾ അങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും. ഇതേ പറഞ്ഞ ആള് അടുത്ത സ്റ്റേജിൽ പോയിട്ട് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. എന്നിട്ട് പറയും ഇവർക്കുള്ള മറുപടി. അതും കൂടെ ഒന്ന് കേട്ടു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റമുണ്ടോ? ജീവിതം മെച്ചപ്പെട്ടോ? നാട് മെച്ചപ്പെട്ടോ? നാട് മാറിയോ? ഇല്ല. പക്ഷെ മാറ്റമുണ്ട് നേതാക്കൾക്ക്. ജനങ്ങൾക്ക് ആർക്കും മാറ്റമില്ല, നേതാക്കൾ. കഴിഞ്ഞ സ്റ്റേജിൽ പറഞ്ഞു നമുക്കെല്ലാം കിട്ടുന്നുണ്ട്, കേന്ദ്ര സർക്കാർ ഉള്ളതുകൊണ്ട്, മോദിജി ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സ്റ്റേജിൽ വന്നപ്പോൾ മറ്റോടത് പറയുന്നത് കംപ്ലീറ്റ്ലി മറന്നുപോയി. ഇവിടെ വന്നപ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല, എല്ലാം കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്കും അവരുടെ പോക്കറ്റ് മാത്രമേ ഇവർക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രാഷ്ട്രീയ ബോധവും ഇല്ല, സാമാന്യ ബോധവും ഇല്ല, വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഇല്ലാത്ത കുറേ ടീംസ് ഇതുപോലെ പിടിച്ചിറക്കിയിട്ടുണ്ട്. ഈ ടീം ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ പറഞ്ഞ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്ത് നാടിന് വിദ്യാഭ്യാസം തരുന്നത് മോദിജി അല്ല. വിദ്യാഭ്യാസം ഇല്ല ഇവിടെ. മോദിജി ഭരിക്കുന്ന ഉത്തരേന്ത്യയിൽ ഒരു സ്ഥലങ്ങളിലും വിദ്യാഭ്യാസം ഇല്ല. രണ്ടാമത് ഇവിടെ ജോലി, തൊഴിൽ, കാര്യങ്ങളുടെ അവസ്ഥ. ഈ പറഞ്ഞ നാട്ടിൽ 1000, 1500 കിട്ടുന്നുണ്ട് ആൾക്കാർക്ക്. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അതും പോരണ്ട, അതിനേക്കാൾ വലിയ ചിന്താഗതിയും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ജീവിത നിലവാരവും ആയിപ്പോയി. അതുകൊണ്ട് ഇവർ ഇവിടെ നിൽക്കും, കുറേ പേര് പുറത്തു പോകും, ഇവിടെ ബിസിനസ് ചെയ്യും. പിന്നെ ഇവിടുത്തെ കൂലിത്തൊഴിലില്ല, അല്ലെങ്കിൽ കൂലി ജോലി ചെയ്യാനും ബാക്കിയുള്ള ചെറിയ ലൊട്ടിലൊടുക്ക് ജോലി ചെയ്യാനൊക്കെ മോദിജി ഭരിക്കുന്ന ബീഹാറിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും UP നിന്നും ആസാമിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരും. കാരണം അവിടെ 50 റുപ്യ 100 റുപ്യാണ് കിട്ടുന്നത്. അപ്പോൾ അത് പോരാ, മോദിജി കൊടുക്കുന്നത് പോരാത്തതുകൊണ്ട് ഈ കേരളത്തിലോട്ട് വന്നിട്ട് ഇവിടെ 1000-നും 1500-നും സുഖമായിട്ട് ജോലി ചെയ്ത് അവരവരുടെ കുടുംബം പോറ്റുന്നു. അത് ഈ പറഞ്ഞ തലയൊന്നും ഇല്ലാത്തവർക്ക് പറഞ്ഞാൽ കയറില്ല. ഇനി അത് മാറട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലെ റോഡുകളും ഹൈവേയൊക്കെ ആരാ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ അറ്റ്ലീസ്റ്റ് ഫണ്ട് അലോക്കേഷൻ എന്താണെങ്കിലും പഠിച്ചിട്ട് വരണം. കേന്ദ്ര സർക്കാർ എത്ര കൊടുക്കുന്നുണ്ട്, കേരള സർക്കാർ വല്ലതും കൊടുക്കുന്നുണ്ടോ, സ്ഥലം കൊടുക്കുന്നുണ്ടോ, ഫണ്ട് അലോക്കേഷൻ എങ്ങനെയാണ്, ആരാണ് കേന്ദ്ര സർക്കാർ മാത്രം വലത്തുന്നത് കൊണ്ടാണോ ഇവിടെ റോഡുണ്ടത് എന്നും കൂടെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇനി അതും പോട്ടെ, നമ്മുടെ നാട്ടിൽ റേഷൻ കിട്ടുന്നത്, റേഷൻ്റെ ഫണ്ട് അലോക്കേഷൻ നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? റേഷൻ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് എത്ര, കേരള സർക്കാർ കൊടുക്കുന്നത്, റേഷൻ വന്നത് ഏത് കാലത്താണ്, ആര് കൊണ്ടുവന്നതാണ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മളിങ്ങനെ വന്ന് തള്ളുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ മെട്രോയുടെയും ഫണ്ട് എന്താണെന്നുള്ളത് ഒരു ഐഡിയയും ഈ പറഞ്ഞ ചേച്ചിക്കില്ല. അതുകൊണ്ട് അതും കൂടെ ഒന്ന് പഠിച്ചു വരിക. ഒന്നും വേണ്ട, ഫണ്ട് അലോക്കേഷൻ എന്നും ഈ സാധനങ്ങൾ വെറുതെ ഗൂഗിളിൽ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വരും. എത്ര കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ, എത്ര കൊടുക്കുന്നുണ്ട് കേരള സർക്കാർ എന്നൊക്കെ ഉള്ളത്, ഇതിൻ്റെ കോമ്പിനേഷൻ എത്രയാണെന്നൊക്കെ പുറത്ത് വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ വിഡ്ഢിത്തങ്ങൾ പറയാണ്ടിരിക്കുക. ഒന്നും അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്ന് അങ്ങ് മത്സരിച്ച് തോറ്റ അമ്പി അങ്ങോട്ട് പോയാൽ പോരെ. വെറുതെ എന്തിനാണ് ഇങ്ങനെ ട്രോളാനായിട്ട് നടക്കുന്നത്?